എൻ്റെ അടുത്ത് പറഞ്ഞു ലാലേട്ടൻ വേണം, ലാലേട്ടൻ വേണം. തോന്നിവാസം കാണിച്ച ചവിട്ടിനെ കീലുപാട്ടക്കകത്ത് കയറ്റിക്കളയും. ഞാൻ ആദ്യം പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് ഞാൻ ശബ്ദം അനുകരിക്കാറില്ല രൂപ അത്. പക്ഷെ ലാലേട്ടനെ കാണുന്നവർക്ക് ഞാൻ തിരിഞ്ഞപ്പോ ഭയങ്കര കയ്യടിയായിരുന്നു. ഭയങ്കരം തന്നെ. ഞാനിത് ഈ പരിപാടി നിർത്തി സിനിമ അങ്ങനത്തെ ഒരു ബേസിൽ പോണത്. എന്നാലും സ്റ്റേജിൽ ഞാൻ ഇനോഗ്രേഷൻ പരിപാടിക്ക് ചെല്ലുമ്പോൾ രണ്ടെണ്ണം എന്തെങ്കിലും ചെയ്യാൻ പറയും. ചുമ്മാരുടെ വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഞാനിത് പോളിഷ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, പഴയ കാലത്ത് അനുകരണമാണ് ചെയ്യുന്നത്. ഞാനും ഒരെണ്ണം തെറ്റിക്കെടുക്കാന്നാ തോന്നണേ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറിയും മേടിച്ചാ നടാ ഞാൻ. എന്തോ നാടാത്. ഞാൻ കുറച്ച് ഓവറായില്ലേ? അറിയാൻ മേലെ ചെയ്യാൻ പോലും ഇതിനെന്തോ അറിയാതിരിക്കണം. ചെയ്തില്ലെങ്കിൽ അവന് ജാടയെന്ന് പറയും. ചെയ്ത് കഴിയുമ്പോൾ പറയും എഡിറ്റ് ചെയ്തിട്ട് സുരേഷ് ചേട്ടൻ ട്രോളി, അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇത് ടിനി ടോം തന്നെയാണല്ലോ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഒരു സിനിമയിൽ ഞാൻ ആരെ അനുകരിച്ചെന്ന് പറയൂല, അതിനോടൊപ്പം സ്റ്റേജിൽ കയറുമ്പോൾ അനുകരിക്കുന്നത് അത് ആളെന്ന് അനുകരിച്ചതെന്നും പറയണല്ലോ. അപ്പൊ ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ അവിടെയുള്ള ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓടിയന്റെ അടുത്ത് മായം വേണ്ട കേട്ടോ. പിന്നെ ഈ ഓൺലൈനിൽ വന്നപ്പോ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ. ഒരു സഹോദരന്മാരെ നിങ്ങൾ ഹലാക്കിലാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവാണ്. ട്രോളിയ സന്തോഷമാണ്. ഇപ്പോഴും ഈ ട്രോള് കണ്ടിട്ട് എന്നെ വിദേശ രാജ്യത്തോട്ട് വിളിക്കുന്നു, എന്നിട്ട് അത് ചെയ്യണോട്ടാന്ന് പറയുന്നത്. സത്യമായിട്ടത് ഞാൻ ഇത് തീർന്നില്ലേ? തീർന്നു, ശരി കൂടെ ഉള്ളു. അവിടുന്ന് അമേരിക്ക എന്നുള്ള മലയാളികൾ ഒത്തുചേരുന്ന ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഒരു പ്രോഗ്രാം. അവിടെ ചെന്നപ്പോ പറഞ്ഞു ആ സംഭവം വേണം. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചെയ്യൂലത്. അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്.